ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട്. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള ഭാഗങ്ങളിൽ ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. വചനം പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ കീഴുള്ളവരോട് ന്യായപ്രമാണം പ്രസ്താവിക്കുന്നു. ന്യായപ്രമാണം പറയുന്നത് അതിൻ്റെ കീഴുള്ളവരോടാണ്. അടുത്ത വാക്കിങ്ങനെയാണ്, അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. അപ്പോൾ പ്രമാണത്തിനകത്ത് നിൽക്കുന്നവർക്ക് അവർ അതനുസരിച്ചില്ലെങ്കിൽ അവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് ശിക്ഷാവിധിയാണ്. എന്നാൽ അടുത്ത് പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പ്രിയരെ, പ്രമാണം വേണ്ടതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രമാണം അനുസരിക്കാൻ കഴിയുന്നില്ല, പ്രമാണത്തിനകത്ത് ജയിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിച്ചപ്പോൾ പ്രമാണം അവർക്ക് ശിക്ഷയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. എന്നാൽ വചനം പറയുന്നു, ഈ പ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ഒന്ന് സംഭവിക്കുന്നുണ്ട്, ഈ പ്രമാണം നമുക്ക് പാപത്തെക്കുറിച്ചൊരു ബോധം തരുന്നു. അതാണ് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. പ്രമാണം നമ്മെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം തരുന്നു. ഇന്നത് ചെയ്താൽ അത് പാപമാണ്. ദൈവം എഴുതി വച്ചിരിക്കുന്ന പ്രമാണം നമ്മെ പാപം ചെയ്യാതിരിപ്പാൻ, നമുക്ക് ബുദ്ധി പറയാൻ അതൊരു മുഖാന്തരമാകുന്നു. പക്ഷേ നീതീകരിക്കപ്പെടുന്നില്ല. വചനം പറയുന്നു, ഇപ്പോഴും ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. പ്രിയരെ, ന്യായപ്രമാണം ഇല്ലെന്നോ ന്യായപ്രമാണം വേണ്ടെന്നോ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ന്യായപ്രമാണം നിശ്ചയമായിട്ടുമുണ്ട്. ന്യായപ്രമാണം നമ്മെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്നു. എന്നാൽ ഈ പാപത്തിനകത്തുനിന്ന് ജയിക്കാൻ കർത്താവിൻ്റെ ക്രൂശിനെ കഴിയുന്നുള്ളൂ. അതാ അവിടെ പറയുന്നത്, വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. വചനം പറയുകയാണ്, എല്ലാവരും പാപം ചെയ്തു. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്, ആരും നീതിമാനില്ല, ഒരുത്തൻ പോലും ഇല്ല. അതാ വചനം പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ഈ വാക്യം പ്രിയരെ വളരെ ശ്രദ്ധേയമാണ്. സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെടുന്നത്. അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർത്ത ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിട്ട്, ന്യായപ്രമാണമല്ല, കർത്താവാണ്, ക്രിസ്തുവിലൂടെയുള്ള നീതീകരണമാണ് രക്ഷയെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ക്രൂശിനെ പിൻപറ്റി ആ ക്രൂശിൻ്റെ പിന്നാലെ വിശ്വസ്തയോടെ നടന്ന് നിത്യരാജ്യം പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.